कैसा है भाई? जी फिल्म अच्छा है, मतलब प्रेजेंट सिचुएशन के हिसाब से अच्छा है, लेकिन वो पुराना वाला मज़ा नहीं आ रहा। हाँ, एक्टिंग सबका अच्छा है। कॉमेडी मूवी यस, कॉमेडी एंड फैमिली, लाइक फैमिली के साथ देख सकते हैं आराम से, कोई प्रॉब्लम नहीं है। बढ़िया मूवी। हाँ भाई अच्छा है। एक्टिंग के बारे में हाँ अच्छा है भाई। डायरेक्शन मेकिंग कैसा है? हाँ अच्छा है, नॉर्मली अच्छा है। डायरेक्शन अगर किसी ने पहले धमाल बोली मूवी देखी होगी, पहले वाली सेम उसी तरह, बस वो पुराने जनरेशन से नए जनरेशन का शिफ्ट हुआ है, वही एग्जैक्ट सेम है स्टोरी। वो लास्ट में मतलब कॉमेडी से लास्ट में वो थोड़ा मतलब इमोशनल में स्विच करते, एंड वही इमोशनल में वो मतलब लालच से इमोशन में फैमिली में ट्रांसफर होते, वही पे फिल्म है। നല്ല പടമായിരുന്നു. ഫുൾ കോമഡിയാണോ? നല്ല കോമഡിയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ഫുള്ള് കോമഡിയാണ്, പിന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു പടമാണ്. ഇത് പറയാനായിട്ട് ഒരു ഫാൻറ്റസിയും ഒരു അഡ്വഞ്ചറൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്റ്റോറി കൊള്ളാം. Dhamal 4 was a nice movie. It is a time pass. It can be watched once at least. What about direction making? Superb time pass. Yeah, it was a nice movie. Okay, acting? Actings are superb by all characters. Yeah, I told you about the movie. It's, as I said, it's very good movie. It can be watched once. It's not like it's waste of time. It is enjoyable. It's a full entertainment. Yes, it's full entertainment. No, it's very nice, but little bit is boring, but very nice. Okay, what about We acting? can watch the Mal 5 also. Okay, acting, Acting was very nice. story. Story was very nice also. Yeah, movie was very nice. Acting was excellent by Ajay Devgan as usual, and other characters were very nice. कैसा है भाई? मूवी अच्छा था। हाँ, वो डायरेक्शन मेकिंग अजय देवगन एक्टिंग. अजय देवगन एक्टिंग बहुत अच्छा था। अच्छा था, हाँ, वो डायरेक्शन मेकिंग कॉमेडी. बहुत अच्छा। अच्छा था मूवी, अच्छा था. स्टोरी it was a bit better than before the last part. It was overall a good experience. There was a bit of VFX from the last one, Okay. but it was overall a good experience. Yes, it was good. പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ആ, എന്തായാലും ഒരു കോമഡി ഡയറക്ഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? കോമഡി കൊള്ളായിരുന്നു. ഈ മുൻ പാർട്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് എങ്ങനെയുണ്ട്? അത് രസമുണ്ടോ? കഴിഞ്ഞതിനേക്കാളും നല്ലതാണ്, ഇല്ല എൻജോയ് ചെയ്യാം. അത് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. മലയാളിക്ക് എന്തായാലും ഇഷ്ടപ്പെടില്ല. കാരണം നമ്മൾ ഒരുപാട് പണ്ട് 30-40 കൊല്ലം മുമ്പ് കണ്ട് ചിരിച്ച് മറിഞ്ഞ തമാശകളാണ് ഇതിൽ ഫ്രഷ് തമാശയായിട്ട് കാണിച്ചേക്കുന്നത്. നമുക്ക് ഒട്ടും ദഹിക്കില്ല, ഒരു തരുമ്പും ചിരി വരില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻസിന് അല്ലെങ്കിൽ ഹിന്ദി ആൾക്കാർക്ക് അതൊരു ഫ്രഷ് തമാശയായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പിന്നെ നമ്മുടെ ബോളിവുഡിലെ മൊത്തം വലിയ തമാശക്കാരും അല്ല ഹീറോസും ഹീറോയിൻസും ഒക്കെ ഒരു വലിയൊരു എന്ന് പറയാം 100-ലധികം കഥാപാത്രങ്ങളെ അണിനിരക്കുന്നതുകൊണ്ട് ഒരു വലിയൊരു സിനിമയാണ്. പിന്നെ ഒരു തൊട്ട് മുമ്പത്തെ സിനിമയുടെ അത്ര പോലും ഈ സിനിമ ഇറക്കില്ല. എന്ന് പറയുമ്പോൾ ടോട്ടൽ ധമാൽ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കഴിഞ്ഞ ലാസ്റ്റ് ഇറങ്ങിയതിൻ്റെ മുന്നുള്ള ആ പടം, അതിൻ്റെ അത്ര പോലും ഇറക്കൂല ഈ സിനിമ. മലയാളികൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല. കാരണം നമുക്ക് വളരെ ക്വാളിറ്റിയുള്ള നല്ല നല്ല തമാശ സിനിമകൾ നമുക്ക് നമ്മുടെ പല സംവിധായകരും തന്നിട്ടുള്ളത്. നമുക്കിതൊട്ടും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല. തലയിൽ നമ്മളെ കളിമണ്ണാണ് എന്ന്, അല്ലെങ്കിൽ നമ്മുടെ വെളിവും വെള്ളിയാഴ്ച ഇല്ല എനിക്ക് എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ കയറി നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള. തീർച്ചയായിട്ടും ഇതൊരു ബോംബ് പടം തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ ആ രീതിയിൽ കയറാൻ പറ്റില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയുടെ കാര്യം പറയാൻ പറ്റില്ല. എനിക്ക് ഒട്ടും വർത്തായില്ല, എൻ്റെ പൈസ പോയെന്ന് സങ്കടത്തോടെ വെളിയിലിറങ്ങി. എനിക്ക് ചോദിക്കും, എൻ്റെ താഴെ കമൻറ്റ് വരും, പിന്നെ എന്തിനടാ നീ പൈസയും കൊടുത്ത് കയറി, അറിഞ്ഞു വെച്ചുകൊണ്ട് അന്ന് കയറി എന്നൊക്കെ വരും. എന്നാലും ഈ എന്തെങ്കിലും ഫ്രഷായിട്ടുള്ള തമാശകളുണ്ടെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. ഒരു 2-2.5 മണിക്കൂർ കയറിയിരിക്കുമ്പോൾ നമ്മൾ ആ കൊടുത്ത പൈസയ്ക്ക് മുതലാവണം എന്നുള്ള ചിന്തയിൽ കയറുന്നതാണ്. അല്ലാതെ നമുക്കൊരു സിനിമയെ മുൻവിധി കണ്ട് കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ